ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദുസ് വേൾഡ്. ഇത് ഡിസംബർ 1 സൺഡേയുടെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ റെഡിയായി. ഇത് ഹെയർ ബാൻഡ് വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് അച്ഛനെ കാണാനാണ് കേട്ടോ. അച്ഛൻ ആദ്യമായിട്ടാണ് കുഞ്ഞിനെ കാണുന്നത്. അച്ഛൻ എടുത്തിട്ട് കരഞ്ഞില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ കരയുന്നതാണ് അങ്ങനെ പരിചയമില്ലാത്തവരെടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങളിവിടെ നേരെ പനയർക്കുന്നിലേക്കാണ് കേട്ടോ പോയത്. കണ്ടോ, ചേട്ടനും അനിയത്തിയും കൂടെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. ഇത് കണ്ടിരിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോൾ അതുകൊണ്ട് കാറിൽ കയറി അതേ നേരം അവൾ ഉറങ്ങാറില്ല. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും ഉറക്കമായി. ഏകദേശം അങ്ങ് എത്താറായി, പനയർക്കുന്ന് എത്താറായപ്പോഴത്തേക്കുമാണ് രണ്ടുപേരും ഉറക്കമായത്. ഇനി ഞങ്ങൾ അവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നന്ദുവിൻ്റെ കസിൻ മാർട്ടിനും മരിയയ്ക്കും ഇന്ന് വിരുന്നാണ്. അവരുടെ കല്യാണം ഓഗസ്റ്റിലായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്തായിരുന്നു. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവർക്കിന്ന് വിരുന്നാണ് പനയർക്കുന്നിൽ. അപ്പം ഞങ്ങളും കൂടെ പോവാണ്. അപ്പോൾ അത് ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ പനയർക്കുന്നിലെത്തി കേട്ടോ. കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും അവൾ ഉണർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നേരം ഉറങ്ങുമായിരിക്കും. ചില സമയം അങ്ങനെയാണ്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടേ ആൾ എഴുന്നേക്കത്തുള്ളൂ. അങ്ങനെ അന്നക്കുട്ടി ആദ്യമായിട്ട് അച്ചായിയുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പം ചേച്ചി ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇറങ്ങരുതേ, വിളിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ. അപ്പോൾ എന്താ കാര്യം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വെച്ച് കുരിശ് വെച്ചിട്ട്, എപ്പോഴും അപ്പൂനെ കുരിശ് വെച്ചിട്ടാണ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അപ്പൂനെ കുരിശ് വെച്ചിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നും അറിയാതെ നടന്ന് പോവാണ് കേട്ടോ. ഞങ്ങൾ എത്തും മുമ്പ് തന്നെ ആൻറ്റിയും മാർട്ടിനും മരിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മി കുരിശ് വരച്ച് കൊന്തയെ കൊടുത്താണ് അന്നക്കുട്ടിയെ വീട്ടിലേക്ക് കയറ്റിയത്. അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഒരു കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഉറക്കമാണെന്നിരിക്കുന്നതുകൊണ്ട് ആൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്നൊന്നും മനസ്സിലായിട്ടില്ല. പരിചയമുണ്ടോ പരിചയമില്ലെന്നൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് അങ്ങനെയും മിണ്ടാതിരിക്കുവാണ്. അപ്പച്ചൂടെ ഉണ്ട്, പറ്റിച്ചോ ആരോക്കളെ ഹായ്, അങ്ങനത്തെ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പൂട്ടിന് എല്ലാവർക്കും വായി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കേക്ക് പക്ഷേ എന്തിനാണ് കട്ട് ചെയ്തതെന്ന് അപ്പൂന് ഐഡിയ ഇല്ലായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്തിനാണ് ഇപ്പോൾ കേക്ക് കട്ട് ചെയ്തത്, നമ്മൾ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളെ വെൽക്കം ചെയ്തതാണ് അന്നക്കുട്ടിയെ, അതിന് വേണ്ടി കേക്ക് കട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ എല്ലാവരും കേക്ക് കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ക്യാമറാമാൻ ആൻറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റിക്ക് അപ്പൂട്ട കേക്ക് കൊടുക്കുകയാണ്. പോസ് ചെയ്യുന്നുണ്ട്. സങ്കടം വന്നു. പോട്ട് 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 പോട്ട്
അപ്പോൾ ഇതേ അന്നക്കുട്ടിക്ക് ഇപ്പോഴാണ് റിയലൈസേഷൻ വന്നത്, സ്ഥലം മാറി ആൾ മാറി എന്നൊക്കെ. പിന്നെ അത് ഞാൻ എടുത്തിട്ട് ഒന്ന് കാമാക്കാൻ ഇങ്ങനെ കുലുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഈ കുലുക്ക് പഠിപ്പിച്ചത് അവളുടെ ഇഞ്ഞയാണ്. ഇഞ്ഞ കുലുക്കി അവൾക്ക് ഇപ്പോൾ ഈ കുലുക്കില്ലാതെ പറ്റത്തില്ല, കരഞ്ഞ അപ്പം കുലുക്കി തുടങ്ങിക്കോണം. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കാമായിക്കോളും. പിന്നെ ആൾ കിടന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വിരുന്നുകാരൊക്കെ പോകാൻ ഇറങ്ങി. അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പിരിഞ്ഞത്. അതിനുശേഷം ഞാൻ പിന്നെ റൂമിൽ കൊണ്ടുവന്നു അന്നക്കുട്ടിയെ. അങ്ങനെ അന്നക്കുട്ടി ഞങ്ങളുടെ ഫോട്ടോയിൽ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചത് ആരാണെന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നക്കുട്ടി വല്ലതും ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. പിന്നെ കുറേ നേരം കിടന്ന് കളിച്ചു, കട്ടിലൊക്കെ കിടന്നു. ഞാൻ വിചാരിച്ച സ്ഥലം മാറിയതുകൊണ്ട് ആൾ ഒട്ടും താഴെ ഇറങ്ങില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരമൊക്കെ ആയപ്പോഴത്തേനും അവൾ പെട്ടെന്ന് അഡാപ്റ്റായി. കുറച്ച് നേരം കടന്നു കഴിഞ്ഞപ്പോഴത്തേനും അന്നക്കുട്ടി ആകെ ബോറടിച്ചപ്പോൾ പിന്നെ ആൻറ്റി എടുത്ത് വെളിയിൽ കൊണ്ടുപോയി കളിപ്പിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ എല്ലാവരുടെ കയ്യിലും സിങ്കായി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മമ്മി ചായ ഇട്ടുകൊണ്ട് വന്നു. പിന്നെ ചായ കുടിച്ചു. ഒരു 8 മണി വരെയൊക്കെ നന്ദുട്ടൻ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഫുഡ് കഴിക്കാൻ സമയമായപ്പോഴത്തേനും അന്നക്കുട്ടി പിണക്കമായി. പിന്നെ നന്ദുട്ടൻ കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ കഴിച്ചത്. നന്ദുട്ടൻ കഴിച്ച് കഴിഞ്ഞാൽ അന്നക്കുട്ടി ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. അവൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകാൻ. ഇന്നും രാത്രി മേല് ഒളിപ്പിച്ചിട്ട് അച്ചായി അവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും. എടുക്കലേന്ന് പറഞ്ഞാൽ മമ്മി വഴക്ക് പറയാണ്. അപ്പൂട്ടൻ TV കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്നു. പക്ഷേ സ്വന്തമായിട്ട് വാരി കഴിക്കുന്നില്ല, ഞാൻ തന്നെ വാരി കൊടുക്കുന്നുണ്ട്. ഞാനൊരു അപ്പവും ബീഫുമാണ് എടുത്തത്. പിന്നെ രാവിലത്തെ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ അതും കൂടെ കൂട്ടി കഴിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ്, ഞാനും ചേച്ചിയും അപ്പൂട്ടനും ഒന്നിച്ചാണ് കഴിക്കാനിരുന്നത്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് അന്നക്കുട്ടി മമ്മിയുടെ മടിയിൽ കരയാണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 11 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസിനെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇറ്റ്സ് മീ ഇന്ദു സൈനിങ് ഔട്ട്. ബൈ.